ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. സംസ്ഥാന സർക്കാരുമായി നേരത്തെ അദാനി ഒപ്പിട്ട കരാറിൽ ക്ലോസ് 5.3.1 പ്രകാരം ഉടമസ്ഥാവകാശം മാറുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓഹരി കൈമാറുന്ന കാര്യത്തിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഒറ്റക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. അദാനി ഗ്രൂപ്പിന് ഉടമസ്ഥാവകാശം മൊത്തത്തിലോ ഓഹരി കൈമാറ്റത്തിലോ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ കഴിയില്ല. ഇതാണ് ക്ലോസ് 5.3 വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സെബിയെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാർ ഏർപ്പെട്ടതായി അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ 2015 സെബി ലിസ്റ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ 30 പ്രകാരവും അനുബന്ധ സർക്കുലർ പ്രകാരവും അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചു പോകേണ്ടതാണ്. കൃത്യവും സുതാര്യവുമായ വെളിപ്പെടുത്തലുമില്ല. ദേശീയ സുരക്ഷയും പൊതു താൽപ്പര്യവും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് കരാറിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭ്യമാക്കാത്തത് കൊണ്ടും സെബി റെഗുലേഷൻസ് പാലിക്കാത്തത് കൊണ്ടും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്മേൽ
മറ്റു മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാൽ അദാനി ഗ്രൂപ്പിൻ്റെ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്ന് കാണാൻ കഴിയും. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. ഇവിടെ ഈ അദാനി കമ്പനിയുടെ 49% ഓഹരികൾ എം എസ് സിയുടെ സബ്സിഡറി കമ്പനിയായ മുണ്ടി ലിമിറ്റഡിന് കൈമാറുന്ന വിവരം ജൂൺ 30-നാണ് പുറത്തു വന്നത്. 29-ാം തീയതി അദാനി ഗ്രൂപ്പ് സെബിക്ക് ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് കത്ത് നൽകിയതായിട്ടാണ് കാണുന്നത്. ഈ വിവരം പുറത്തു വന്ന ഉടനെ കഴിഞ്ഞ 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി നിയമസഭയിൽ ഈ പ്രശ്നം പ്രത്യേകമായി തന്നെ ഞാൻ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ്. കൺസെഷൻ എഗ്രിമെന്റിലെ 5(2), 5(3) ഈ ക്ലോസുകളുടെ നഗ്നമായ ലംഘനമാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി കൈമാറ്റം, അതിനുള്ള നീക്കം എന്നത് ആ ഘട്ടത്തിൽ സൂചിപ്പിച്ചതായിരുന്നു. അത്തരം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭ്യമാകണം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ അനുമതിക്കായുള്ള ഒരപേക്ഷയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പരിശോധിക്കണം. ഒന്ന്, തുറമുഖം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, ആ മന്ത്രി കാണണം. പിന്നെ നിയമവകുപ്പ് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും, അപ്പം നിയമമന്ത്രി കാണണം. ചില ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ടാവും, ഇപ്പോൾ ധനകാര്യമന്ത്രി കാണണം. ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇതെല്ലാം ഒരാളാണെന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പോർട്ടും നിയമവും ധനകാര്യവും എല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയമുയരുന്നത്.